മനുഷ്യരാശിയുടെ ഇതുവരെയുള്ള ചരിത്രത്തിൽ മനുഷ്യർ ഓരോ കാലഘട്ടങ്ങളിലും അവരുടെ അറിവില്ലായ്മയാണ് ദൈവം എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ അതാത് കാലഘട്ടത്തിൽ അവരുടെ ബുദ്ധി ഉപയോഗിച്ചോ ശക്തി ഉപയോഗിച്ചോ അവർക്ക് നേരിടാൻ കഴിയാതിരുന്ന അല്ലെങ്കിൽ അവർക്ക് വഴങ്ങാതിരുന്ന കാര്യങ്ങളെയാണ് അവർ കൃത്യമായും ദൈവം എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. ഇത് വളരെ വ്യക്തമായി മനസ്സിലാകണമെങ്കിൽ ഓരോ കാലയളവിലും മനുഷ്യർ എങ്ങനെയാണ് ജീവിച്ചതെന്നും അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അവർ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്നും അതിൽ നിന്നും എങ്ങനെയാണ് ആ കാലയളവിൽ അവരുടെ അറിവില്ലായ്മകളെയും അല്ലെങ്കിൽ അവരുടെ പരിമിതികളെയും മറികടക്കാനായി അവർ ദൈവസങ്കല്പങ്ങളെ രൂപീകരിച്ചെടുത്തത് എന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. സ്വാഭാവികമായും ആദ്യം നമ്മൾ സംസാരിക്കുന്നത് മൃഗങ്ങളെ പോലെ വേട്ടയാടി ജീവിച്ചിരുന്ന മനുഷ്യരെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ കാണുന്ന വലിയ സമൂഹങ്ങൾക്ക് വിപരീതമായി അന്നത്തെ കാലത്ത് ആളുകൾ ജീവിച്ചിരുന്നത് 10-20 പേര് ചേർന്ന് ചെറിയ കൂട്ടങ്ങളായിട്ടായിരുന്നു. ഇന്ന് നമ്മൾ താമസിക്കുന്ന പോലുള്ള നഗരങ്ങൾ വിട്ടിട്ട് സ്വന്തമായി ഒരു വീട് പോലും ഇല്ലാതെ സ്ഥിരമായി ഒരിടത്ത് താമസിക്കാതെ അവരുടെ ഇരകളെ അന്വേഷിച്ച് അവർ മാറി മാറി ജീവിച്ചുകൊണ്ടേയിരുന്നു. വേട്ടയാടി കിട്ടുന്നതോ അല്ലെങ്കിൽ അവർക്ക് ലഭ്യമായിരുന്ന പഴവർഗ്ഗങ്ങൾ ശേഖരിച്ച് വെച്ച് കഴിക്കുന്നതോ അല്ലാതെ ഇന്നത്തെ മനുഷ്യരെ പോലെ കൃഷി ചെയ്ത് കഴിക്കുക എന്നൊരു കാര്യം അവർക്ക് അന്യമായിരുന്ന ഒരു ചിന്താഗതി തന്നെയാണ്. ഇനിയും അവർ നേരിട്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളിന്ന് കാണുന്ന പോലെ ഭക്ഷ്യശൃംഖലയുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് അന്ന് മനുഷ്യരായിരുന്നില്ല. അവർ പ്രിഡേറ്റേഴ്സിനെ, അവരെ കൊന്നു തിന്നാൻ വരുന്ന സിംഹങ്ങളെയോ ചെന്നായികളെയോ ഏറ്റവും കൂടുതൽ ഭയന്ന് ജീവിച്ചിരുന്നു. മഴ, മഞ്ഞ്, വെയിലെ പോലെയുള്ള ഹാർഷായിട്ടുള്ള വെതറിനെ അവർ അമിതമായി പേടിച്ചിരുന്നു. അതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് കൊടുങ്കാറ്റുകളെ, ഇടിമിന്നലുകളെ. ആ കാലത്തിലെ മനുഷ്യരുടെ ദൈവവിശ്വാസം എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കില്ല. കാടിന്, മൃഗങ്ങൾക്ക്, നേച്ചറിന് അതിൻ്റെതായ ഒരു സ്പിരിറ്റ് ഉണ്ട്. അല്ലെങ്കിൽ അവരെ ആരാധിച്ചു പോന്നിരുന്ന മറ്റു കാര്യങ്ങളാണ് പുഴ, ശുദ്ധജലം തന്നുകൊണ്ടിരുന്ന പുഴ, അല്ലെങ്കിൽ അവരുടെ പൂർവികർ. ഇതേപോലെ അവർക്ക് റിസോഴ്സസ് നൽകുന്ന കാര്യങ്ങളെ അവർ ദൈവത്തിന് സമാനമായി കണ്ടുകൊണ്ടിരുന്നു. ഇതേപോലെയുള്ള കാര്യങ്ങളെ അവർ ദൈവമായി കാണാനുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് അവർക്ക് പ്രകൃതിയുടെ മേലുള്ള അറിവോ അല്ലെങ്കിൽ അതിൻ്റെ മേൽ അവർക്കുള്ള പവറോ എന്ന് പറയുന്നത് ലിമിറ്റഡ് എന്ന് പറയാൻ പോലുമില്ല, തീരെ ഇല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. പ്രകൃതി അവർക്ക് ചുറ്റുമുള്ളതിനെല്ലാം കൃത്യമായും കൺട്രോൾ ചെയ്യുകയും അവരുടെ കൺട്രോളിൽ യാതൊരുവിധ കാര്യങ്ങൾ നിൽക്കാതെയും അവർ പ്രകൃതിക്ക് ഒത്തു ജീവിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത് കൊടുങ്കാറ്റ്, ഇടി, മിന്നൽ, മഴ പോലെയുള്ള കാര്യങ്ങളുടെ മേലുള്ള ഇവർക്ക് ഇല്ലാത്ത നിയന്ത്രണം, അത് എപ്പോൾ വരുന്നു, എങ്ങനെ വരുന്നു എന്നുള്ള അറിവില്ലായ്മ. പിന്നീട് വ്യക്തമായും വേട്ടയാടി മാത്രം ഭക്ഷിച്ചുകൊണ്ടിരുന്ന മനുഷ്യർ ചില കാലയളവുകളിൽ മാത്രം മൃഗങ്ങളെയോ പക്ഷികളെയോ ഒന്നും കണ്ടുകിട്ടാതെ വരുന്നു. മൈഗ്രേഷൻ എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും അവർക്ക് തിരിച്ചറിയാൻ പോലും ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നില്ല അത്. ഇനിയും ഇങ്ങനെ ജീവിച്ചിരുന്ന മനുഷ്യരിൽ നിന്നും കൃത്യമായ മറ്റൊരു വ്യത്യാസം വരുന്നത്, അടുത്ത ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ് വന്നിരിക്കുന്നത് അവർ കൃഷി ചെയ്തു തുടങ്ങിയപ്പോഴാണ്. വേട്ടയാടി ഭക്ഷിക്കുന്നതിന് പകരമായി അവർക്ക് വിളവുകൾ സ്വയമായി ഉൽപ്പാദിപ്പിക്കാം എന്ന തിരിച്ചറിവിലാണ് മനുഷ്യർ കൂട്ടമായി താമസിക്കാൻ തുടങ്ങുന്നത്. അതുവരെ അവരുടെ ഇരകളെ അല്ലെങ്കിൽ അവരുടെ സേഫ്റ്റി അല്ലെങ്കിൽ മെച്ചപ്പെട്ട കാലാവസ്ഥ നോക്കി സഞ്ചരിച്ചുകൊണ്ടിരുന്ന മനുഷ്യർ അവർക്ക് കൃഷി ചെയ്ത് വിളവെടുക്കാൻ എവിടെയാണ് സൗകര്യം എന്നുള്ള സ്ഥലങ്ങൾ നോക്കി അവിടെ ഒരുമിച്ച് പാർക്കുവാനും പെർമനന്റായി തന്നെ അവിടെ താമസിക്കുവാനും ആരംഭിക്കുന്നു. ഇതിന്റെ പരിണിതഫലമായി ഇവർക്ക് മുൻപുണ്ടായിരുന്ന വേട്ടക്കാരായ മനുഷ്യർ അനുഭവിച്ച പല പ്രശ്നങ്ങളും ഇവർക്കൊരു പ്രശ്നമല്ലാതെയായി മാറി. കാരണം കൃത്യമായും ഇവർക്ക് ഭക്ഷണം ലഭിക്കുന്നു, ഒരു സ്ഥലത്ത് തന്നെ അവർ ഒരുമിച്ച് പാർക്കുന്നു, അവർക്ക് ആവശ്യത്തിനുള്ള ഫുഡ് കിട്ടുന്നത് വഴി അവരുടെ കുട്ടികളുടെ മരണനിരക്കും വലിയ രീതിയിൽ കുറയുന്നു. കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ മുൻപ് നേരിട്ടിരുന്ന പല പ്രശ്നങ്ങളെയും അവർ മറികടന്നു എങ്കിൽ കൂടി പുതുതായി പല പ്രശ്നങ്ങളും അവരിലേക്ക് രൂപപ്പെട്ടു വരുന്നു. തുടർച്ചയായുള്ള മഴയോ വെയിലോ വെള്ളപ്പൊക്കമോ ഇതേപോലെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ അവർ ചെയ്തു വന്നിരുന്ന കൃഷിയെ അത് സാരമായി ബാധിക്കുന്നു. അത് അവരുടെ ഭക്ഷ്യസ്രോതസ്സിനെയും ബാധിച്ചു തുടങ്ങുന്നു. ഈ ഒരു സെനാരിയോ നോക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നത് അന്നത്തെ മനുഷ്യർ നേരിട്ടുകൊണ്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്നുമായിരുന്നു. ഇതിൻ്റെ ഒരു പ്രതിഫലനം അവരുടെ ദൈവസങ്കല്പത്തിലും നമുക്ക് വ്യക്തമായും കാണാൻ സാധിക്കും. കാരണം അന്നത്തെ അവരുടെ ദൈവങ്ങൾ എന്ന് പറഞ്ഞത് മഴ, സൂര്യൻ അല്ലെങ്കിൽ ഹാർവസ്റ്റിൻ്റെ ദൈവം. നമ്മൾ ഇപ്പോഴും ആഘോഷിക്കാറുണ്ട് ഓണം പോലെയുള്ള കാര്യങ്ങളൊക്കെ. മികച്ച ഒരു ഹാർവസ്റ്റ് തന്നതിന് നമ്മൾ നന്ദി പറയുന്നതാണ്. അപ്പോൾ അതേപോലെയുള്ള കാര്യങ്ങൾ അവരുടെ ദൈവമായി മാറി. അന്നത്തെ അറിവില്ലായ്മ എന്താണോ അല്ലെങ്കിൽ അന്നത്തെ അവരുടെ ബുദ്ധിയും ശക്തിയും കൊണ്ട് ഉപയോഗിച്ച് അവർക്ക് നേരിടാൻ കഴിയാഞ്ഞത് എന്താണോ അതവരുടെ ദൈവമായി മാറി. ഇനിയും കൃഷി ചെയ്യാൻ തുടങ്ങിയതിൻ്റെ ഭാഗമായി ഒട്ടനവധി ആളുകൾ ഒരുമിച്ച് വരികയും ഒരു സ്ഥലത്ത് ഒരുമിച്ച് താമസിക്കുകയും ചെയ്യുന്നത് മുഖാന്തരമായി സിറ്റികൾ, ടൗണുകൾ പോലെയുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ ഇന്നീ കാണുന്ന തലത്തിലുള്ള സിറ്റികളും ടൗണുകളുമല്ല എങ്കിലും ആ കാലത്തെ സിറ്റികൾ എന്ന് പറയുന്ന തലത്തിലേക്ക് രൂപാന്തരം പ്രാപിക്കുവാൻ തുടങ്ങി. അന്നേക്കുള്ള ആഹാരം എന്നതിനപ്പുറം അവർ ആഹാരം അമിതമായി ഉൽപ്പാദിപ്പിക്കുവാനും അതിനെ സ്റ്റോർ ചെയ്തു വെക്കാനും ഉള്ള സൗകര്യങ്ങൾ അവരുണ്ടാക്കിയെടുക്കുന്നു. ഇനിയും ഇതിൻ്റെ അടുത്ത സ്റ്റേജിലായിട്ട് വരുന്നതാണ് പല സിറ്റീസ് ഓൾറെഡി കൃഷിയുടെ ഭാഗമായി രൂപപ്പെട്ട് കഴിഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞു.
ആ രൂപപ്പെട്ട പല സിറ്റികളും ചേർന്ന് പല സിവിലൈസേഷനുകളായി അതിന്റെ പരിണിത ഫലമായിട്ട് സാമ്രാജ്യങ്ങൾ രൂപപ്പെടുന്നു. അവർ പല ജോലികൾ ചെയ്തു തുടങ്ങുന്നു. സാമ്രാജ്യത്തിന്റെ ഭാഗമായിട്ടുള്ള പല പല ജോലികൾ, അതിൽ ടാക്സ് പിരിക്കാൻ പോകുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ പട്ടാളത്തിലുള്ളവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ സേവകരുണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ രൂപപ്പെടാൻ തുടങ്ങുന്നു. പ്രകൃതിയെ കൃത്യമായി നോക്കിയും കണ്ടും വീക്ഷിച്ചും അവർ സീസണുകളെ മനസ്സിലാക്കുകയും സീസണുകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് അനുയോജ്യമായ കലണ്ടറുകൾ രൂപപ്പെടുത്തുകയും ചെയ്തതുവഴി അവർക്ക് മുൻപുണ്ടായിരുന്ന പ്രശ്നമായ പ്രകൃതി എന്ന് പറയുന്നത് ഇപ്പോൾ വലിയ പ്രശ്നമല്ലാതായി മാറി. പഴയ പ്രശ്നങ്ങൾ പ്രശ്നമല്ലാതായി മാറിയതോടെ ഇവിടെ പുതിയ പ്രശ്നങ്ങൾ രൂപപ്പെടാൻ തുടങ്ങുന്നു. ഒരു സാമ്രാജ്യത്തിന് മേലുള്ള മറ്റൊരു സാമ്രാജ്യത്തിന്റെ കടന്നുകയറ്റം, അവിടെ നടക്കുന്ന ക്രൈമുകൾ, അല്ലെങ്കിൽ കറപ്ഷൻ, അവിടെ നിൽക്കുന്ന സാമ്രാജ്യത്തിന്റെ വീഴ്ച, ഇതേപോലെയുള്ള കാര്യങ്ങളായി മാറുന്നു ഇവരുടെ അടുത്ത പ്രശ്നം. ഇതിന്റെ പരിണിത ഫലമായി അവർ ഡെവലപ്പ് ചെയ്തെടുത്ത ദൈവങ്ങളാണ് യുദ്ധങ്ങളുടെ ദൈവം, അല്ലെങ്കിൽ നിയമങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ദൈവം. പിന്നെ പല രാജാക്കന്മാരും ചക്രവർത്തിമാരും ദൈവങ്ങളായി മാറുന്ന ഒരു കാഴ്ച. അങ്ങനെയാണ് ഇവിടത്തെ ഒരു ദൈവസങ്കല്പം പുരോഗമിച്ചു വന്നത്. പിന്നീട് കാലം കഴിയുന്നതിനനുസരിച്ച് സൊസൈറ്റി ഇവോൾവ് ചെയ്യപ്പെടുന്നു. സൊസൈറ്റി ഇവോൾവ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നു. അതിനനുസരിച്ച് അവർ മുൻപുണ്ടായിരുന്നതിലും വളരെ മെച്ചപ്പെട്ട സിവിലൈസേഷൻസ് കെട്ടിപ്പടുക്കുന്നു. വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സിവിലൈസേഷൻസ് കെട്ടിപ്പടുക്കുന്നു. 4 നേരം ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നവനും പട്ടിണിയില്ലാത്തവനും മാത്രമേ എവിടെങ്കിലും കുത്തിയിരുന്നിട്ട് ഫിലോസഫി പറയാൻ സാധിക്കൂ എന്ന് നമ്മൾ പൊതുവിൽ പറയാറുണ്ട്. അതിപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ആ ഒരു സമയത്ത് സംഭവിച്ചിരുന്നത്. മനുഷ്യന് സ്വസ്ഥമായി ജീവിക്കാൻ വീടുകളായി, സമയാസമയം ഭക്ഷണമായി, ശിശുമരണ നിരക്കുകൾ കുറഞ്ഞു, നീതി ന്യായം എന്നത് കുറച്ചുകൂടി നല്ല രീതിയിൽ മെച്ചപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ അയാൾക്ക് കുത്തിയിരിക്കാനും കുത്തിയിരുന്നുകൊണ്ട് ചിന്തിക്കാനുമുള്ള സമയം തുടങ്ങിക്കഴിഞ്ഞു. മെച്ചപ്പെട്ട സിവിലൈസേഷന്റെ ഭാഗമായിട്ട് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടു, ആയുർദൈർഘ്യം കൂടി. എങ്കിൽ തന്നെയും അവർക്ക് മരണത്തിനെ അതിജീവിക്കാൻ സാധിക്കുന്നില്ല. അവരുടെ ഉറ്റവർ, പ്രിയപ്പെട്ടവർ, സ്നേഹിതർ എന്നുള്ളവർ മരിച്ചു പോകുന്നു. അവർ ചുറ്റും നോക്കുമ്പോൾ നല്ല മനുഷ്യർ ഏറ്റവും കൂടുതൽ സഫറിങ്ങിലൂടെ കടന്നു പോകുന്നു. മോശപ്പെട്ട മനുഷ്യരായിട്ടുള്ളവർ ദിനം പ്രതി അവർ വീണ്ടും വീണ്ടും വളർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇവിടെ അവർ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് മരണമാണ്. അല്ലെങ്കിൽ പല മനുഷ്യരും ജീവിച്ചിരിക്കെ തന്നെ അവർക്ക് ഈ ഒരു ആയുസ്സിൽ അവർ ചെയ്തതിനുള്ള കുറ്റങ്ങൾ, കാര്യങ്ങൾ ഒന്നും ലഭിക്കുന്നില്ല. ഇതെങ്ങനെ ശരിയായി മാറും? ഇതെങ്ങനെ ജസ്റ്റിസായി മാറും? മനുഷ്യൻ അമിതമായും ഫിലോസഫിക്കലി ചിന്തിക്കാൻ തുടങ്ങിയിടത്തു നിന്നാണ് നമ്മൾ ഇന്നീ കാണുന്ന തലത്തിലുള്ള പേഴ്സണൽ ദൈവങ്ങൾ ഉണ്ടായത്. യഹോവയായിക്കോട്ടെ, അള്ളയായിക്കോട്ടെ, ബ്രഹ്മാവായിക്കോട്ടെ, രാമനായിക്കോട്ടെ, ഏതൊക്കെ തരം ദൈവമായിക്കോട്ടെ, ഈ ദൈവങ്ങളെല്ലാം രൂപപ്പെട്ടത് ആ ഒരു സ്ഥലത്ത് നിന്നാണ്. ഈ ഉത്തരം കിട്ടാതെ മനുഷ്യരെ വലച്ച ചോദ്യങ്ങൾക്ക് ഒരു റെഡിമെയ്ഡ് ഉത്തരം പോലെയാണ് മനുഷ്യർ ഇതേപോലെയുള്ള പേഴ്സണൽ ദൈവങ്ങളെ കണ്ടെത്തുന്നത്. അവർക്ക് ഭൂമിയിൽ ന്യായം ലഭിച്ചില്ലെങ്കിൽ മരണശേഷം അവർക്ക് ഒരു അടുത്ത ജീവിതമുണ്ടെന്നും ആ മരണാനന്തര ജീവിതത്തിൽ ചെല്ലുമ്പോൾ ഇവിടെ കിട്ടാത്തതെല്ലാം കൂടെ ചേർത്ത് അവിടുന്ന് അവർക്ക് സമ്മാനമായി ലഭിക്കുന്നു എന്നുമുള്ള ഫിലോസഫിക്കൽ ചിന്തകളിൽ നിന്നും ഇങ്ങനെയുള്ള ദൈവങ്ങളെ രൂപപ്പെടുത്തിയെടുത്തു. ഇൻട്രസ്റ്റിംഗ്ലി നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ മതദൈവങ്ങളുടെ ഒരു കൊളാപ്സ് പീരീഡിലാണ്. സയൻസിന്റെ കൃത്യമായ വളർച്ചയിലൂടെ ഉത്തരം കിട്ടാത്ത പല ഭാരപ്പെട്ട ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഇന്ന് നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് എവല്യൂഷൻ, അതേപോലെ തന്നെ മരണം എന്നാൽ എന്താണ്, അത് കൃത്യമായും എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ള പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഇന്ന് നമ്മൾക്ക് ലഭ്യമാണ്. ഇനിയും ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നാളെ നമ്മളെ കൊണ്ട് കണ്ടെത്താൻ കഴിയും എന്നത് വളരെ വ്യക്തമാണ്. ഇനിയും ഇവിടെ നിന്നുകൊണ്ട് ഇത്രയും നാൾ കണ്ട പാറ്റേൺ വെച്ച് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് ഫ്യൂച്ചറിലെ ദൈവങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് മാത്രമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന AI ഓൾറെഡി മനുഷ്യരെ കടത്തി വെട്ടിയിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ വന്ന് എത്തി നിൽക്കുന്നത്. ഇനിയും നമ്മൾ ഇന്ന് കാണുന്നതിനും 10 മടങ്ങും 100 മടങ്ങും അധികമായി AI ഫ്യൂച്ചറിൽ ശക്തി പ്രാപിക്കുകയും ഇനി AI അല്ലെങ്കിൽ AIക്ക് അടുത്ത ജനറേഷനിലായി വരുന്ന അടുത്ത കാര്യങ്ങൾ മനുഷ്യനും വളരെ മുകളിലായി പോകും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ ആ ഒരു സമയത്ത് മനുഷ്യർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മനുഷ്യർ ഇറലവൻ്റ് ആയി പോകും, അല്ലെങ്കിൽ അപ്രസക്തമായി പോകും എന്നതാണ്. എന്തായാലും ഭാവിയെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ വ്യത്യസ്ത കാലയളവിലുള്ള വ്യത്യസ്ത മനുഷ്യർ പിന്തുടർന്നു വന്നിരുന്ന ദൈവങ്ങളുടെ, അല്ലെങ്കിൽ ദൈവങ്ങൾ എങ്ങനെ രൂപപ്പെട്ടു, ഏത് തരത്തിലുള്ള ദൈവമായിരുന്നു, അത് കാലങ്ങൾക്കനുസരിച്ച് അവരുടെ പ്രശ്നങ്ങൾ മാറുന്നതിനനുസരിച്ച് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി കാണുമ്പോൾ ദൈവം എന്ന് പറയുന്ന സാധനം കേവലം മനുഷ്യർ സൃഷ്ടിച്ചെടുത്ത അവരുടെ അറിവില്ലായ്മകളുടെ ഒരു ഉത്തരം മാത്രമാണ് എന്നത് നമുക്ക് വ്യക്തമാണ്. ഇനിയും നിങ്ങൾ ചിന്തിക്കുക, ഇങ്ങനെ രൂപപ്പെടുത്തിയെടുത്ത ഡെഫിനിഷൻ ക്യാപ്സൂൾ പരുവത്തിലുള്ള ഒരു ദൈവത്തിൽ വിശ്വസിച്ച് നിങ്ങളുടെ ചിന്താശേഷിയെ മുരടിപ്പിക്കണോ, അതോ അടുത്ത തലത്തിലെ ദൈവങ്ങളെ തേടി പോകണോ എന്നുള്ളത്.